മസാല കഥകൾ പറയാൻ പലർക്കും ഇഷ്ടമാണല്ലേ. അതിനകത്ത് ഒരു ജെൻഡർ വ്യത്യാസമില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് ഒരു കൊഴുപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രൂപ്പിൽ അവരിങ്ങനെ കുറേ കഥകൾ മെനഞ്ഞുണ്ടാക്കും. ആക്ച്വലി അത് അവർ വളരെ ഇമോഷണലി വീക്കായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സംഭവിക്കുന്നത്, ഈ കുറ്റം പറയുന്ന ഒരാളുണ്ടല്ലോ, ഐ മീൻ ആരെ പറ്റിയിട്ടാണോ ഈ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ ഈ മസാല കഥകൾ പറയുന്നത്, അവരിതൊന്നും അറിയുന്നുണ്ടാവില്ല. ആൻഡ് ഡെഫിനറ്റ്ലി കർമ്മ ഈസ് ദെയർ. എന്താണോ പറയുന്നത്, എന്താണോ കൊടുക്കുന്നത്, അത് തിരിച്ചു കിട്ടും. പക്ഷേ ഇവരിത് അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷണലി വളരെ സെൻസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും ഇത്തരത്തിലുള്ള ഈ പഴി കേൾക്കപ്പെടുന്ന ആളുകൾ. അവരിത് അറിയുമ്പോഴത്തേക്ക് അവർ എത്ര വർഷമെടുക്കും ഹീലാവാൻ വേണ്ടിയിട്ട്? അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മേ ബി അവർ ഈ ഒരു ഗോസിപ്പിങ്ങിൻ്റെ ഇരയാവുന്നത് ഇറ്റ് ടേക്സ് ടൈം ടു ഹീൽ. അവർ അത്ര പെയിൻഫുള്ളായിരിക്കും. എല്ലാ വൂൺസും ബ്ലീഡ് ചെയ്യണം എന്നില്ല. അവരെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും കാണുക. അവരെല്ലാം വളരെ ചിരിച്ചുകൊണ്ട് നേരിടുന്ന ആളുകളുമായിരിക്കാം. പക്ഷേ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു നിങ്ങൾ വളരെ തമാശയായിട്ടോ നിങ്ങൾ എൻജോയ് ചെയ്തും പറയുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവർക്ക് കിട്ടുന്ന ആ ഒരു ആഘാതം, അതിനവർ വർഷങ്ങളെടുക്കുമായിരിക്കും ഹീൽ ചെയ്യാൻ. സോ ഓൾവേസ് നിങ്ങൾ ഒരാളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അവരെ പറ്റിയിട്ട് കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ ബെറ്റർ ആക്കാം, നമ്മളെ എങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാം. അതിപ്പം ഗ്രൂപ്പുകളിൽ നിന്ന് സംസാരിക്കുന്ന ടൈമിൽ അവനവൻ്റെ കാര്യങ്ങൾ, അവരവരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. അല്ലാതെ വേറൊരാളെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ച് ഇതിനകത്ത് ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള യാതൊന്നും നടക്കുന്നില്ല. നമുക്കൊരു ഗ്രൂപ്പിനെ കിട്ടുമ്പോൾ എങ്ങനെ, നമുക്ക് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കിട്ടുമ്പോൾ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, എന്തിന്, നമ്മുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട്. അല്ലാതെ വേറൊരാളെ പറ്റിയിട്ട് അവിടെ സംസാരിച്ച് ആ ഒരു വ്യക്തിക്ക് വീണ്ടും നമ്മൾ ഓരോ ബാഡ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സോ ബിക്കോസ് ദാറ്റ് ഇസ് കർമ്മ. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കോ അതോ നിങ്ങളുടെ ജനറേഷനിലോ അത് ഉറപ്പായിട്ടും അത് കിട്ടും. സോ നമ്മുടെ ചിന്തകളെയും വാക്കുകളും ഒക്കെ വളരെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കാം. മസാല കഥകൾ ഒഴിവാക്കുക.